ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ എക്സാം ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. എക്സാമിന് ഇതേപോലെയാണ് എക്സാമിന് വരാറ്, നിങ്ങൾ പഠിക്കണം. ഓക്കെ. നിമ്നലിഖിത് കവിതാംശ് പഠിക്കർ ഉസ്കെ നീചെ ദിയെ പ്രശ്നയ്ക്ക് ഉത്തർ ലിഖിയെ. താഴെ എഴുതിയ കവിതയുടെ ഭാഗം വായിച്ചിട്ട് ഉസ്കെ നീചെ ദിയെ, അതിൻ്റെ താഴെ എഴുതിയ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. അപ്പോൾ നമുക്ക് ലൈന് വായിക്കാം. ഗംഗാമേം ഇരാവതിമേം മിനാമേം അപാര ഗുലാതി ഹുയി. നൈൽ നദി ആമസോൺ മിസൗരിമേം വേദനാസി ഗാത്തി ഹുയി. ബഹാത്തി ഹുയി ജിന്ദഗി കി ധാരായേക്ക്. ഇതാണ് തന്ന വരികൾ. അപ്പോൾ ചോദ്യം തന്നിട്ടുണ്ട്, ഇരാവതി കഹാം കി നദി ഹെ. ഇരാവതി എവിടത്തെ നദിയാകുന്നു? ഭാരത്, മ്യാൻമാർ, അമേരിക്ക. ഉത്തരം മ്യാൻമാർ. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നദിയോ മാനവക്കോ കിസ്ക സന്ദേശ് ദേത്തിയെ. നദികൾ മനുഷ്യന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? നദിയാ മാനവക്കോ നിരന്തർ ബഡ്ത്തെ രഹ്നേക്ക് പ്രേരണ ദേത്തിയെ. നദികൾ മനുഷ്യനെ നിരന്തരം മുന്നോട്ട് നയിക്കാനുള്ള പ്രേരണയാണ് നൽകുന്നത്. അതായത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും മുന്നേറുക എന്നതാണ് പറയുന്നത്. അതായത് തളർന്നിരിക്കാതെ നദി നമ്മൾക്ക് കാണിച്ചു തരുന്നു. എന്ത് പ്രശ്നം ഉണ്ടായാലും നദിയിലെ വെള്ളം വളരെ സ്പീഡോടെ ഒഴുകുന്നു. അത് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ. അടുത്തത് കവിതാംശിക ആശയിലേക്ക്. ഈ 4 ലൈനിൻ്റെ നമുക്ക് മുകളിൽ തന്ന ലൈനിൻ്റെ ആശയം എഴുതുക എന്നാണ്. അപ്പോൾ നമുക്ക് ആശയം നോക്കാം. ജനജനിക്ക ചേര മുക്തിബോധക്ക് കവിതാഹേ. എല്ലാറ്റിലും നിങ്ങൾ ഇങ്ങനെ എഴുതാം. ജനജന് കവിത എന്താണ്? മുക്തിബോധ് എഴുതിയതാണ്. കവി കത്തേഹേക്ക് കവി പറയുകയാണ് എന്തെന്നാൽ, ഗംഗ, ഇരാവതി, മിനാം, നൈൽ, ആമസോൺ, മിസൗരി ഇൻ സബുമേ അപാർ ജലപ്രവാഹിത് ഹോത്താലായി. ഇവരിലെല്ലാവരിലും ഭയങ്കര ജലപ്രവാഹമാണ് ഉണ്ടാവുന്നത്. ഇൻകെ ജലമേ, ഈ നദിയിലെ വെള്ളത്തിൽ കോയി മൗലിക അന്തർനയെ. ഈ പറഞ്ഞ നദികളുടെ വെള്ളത്തിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള അന്തരവും ഇല്ല, വ്യത്യാസവും ഇല്ല, ഒരുപോലെയാണ് എന്നാണ്. നദിയാ മനുഷ്യക്കോ നിരന്തർ ബഡ്ത്തെ രഹ്നേക്ക് പ്രേരണ ദേത്തിയെ. ഈ നദികളൊക്കെ മനുഷ്യന് നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് ബഡ്ത്തെ രഹ്നേക്ക് പ്രേരണ, മുന്നേറാനുള്ള പ്രേരണയാണ് ദേത്തിയെ നൽകുന്നത്. നദിയാം, ഈ നദികൾ പ്യാർ അവർ ക്രോധ് ദോനവും സന്ദേശത്തിയെ. ഈ നദികളൊക്കെ സ്നേഹത്തിൻ്റെയും ക്രോധത്തിൻ്റെയും രണ്ടിൻ്റെയും സന്ദേശം നമുക്ക് നൽകുന്നു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത മാതൃക നോക്കാം. നിമ്നലിഖിത് കവിതാംശ് പഠിക്കൽ ഉസ്കെ നീചെ ദിയെ പ്രശ്നയ്ക്ക് ഉത്തർ ലിഖിയെ. താഴെ എഴുതിയ കവിതയുടെ ഭാഗം വായിച്ചിട്ട് നിങ്ങൾ ഉത്തരം എഴുതണം. വഹി മനുഷ്യ പരോപകാർ ജോ കരെ വഹി മനുഷ്യക്ക് ജോ മനുഷ്യകേലിയെ മരെ. ഇതാണ് നമുക്ക് ഈ 3rd യൂണിറ്റിൽ കൊടുത്തിട്ടുള്ള വരികൾ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പരോപകാർക്ക് അർത്ഥനേഹെ. ഇത് പരോപകാരം എന്നതിൻ്റെ അർത്ഥമല്ല അർത്ഥമാണെന്നല്ല പറഞ്ഞത് കേട്ടോ. പരോപകാർ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ദൂസരവും ക ഉപകാർ എന്ന് പറയാം, ദൂസരവും കീലി ഉപകാർ എന്ന് പറയാം. പക്ഷെ പരോപകാർക്ക് അർത്ഥനേഹെ, ഇത് പരോപകാരം എന്നതിൻ്റെ അർത്ഥമല്ല. ഏതാണിത്? ദൂസരാം ക ഉപകാർ, ദൂസര ഉപകാർ, ദൂസരവും കീലിയെ ഉപകാർ. അപ്പം ഇതിൽ അർത്ഥമല്ലാത്തത് ദൂസര ഉപകാർ, അതാണ് അർത്ഥമല്ലാത്തത്. അപ്പം പരോപകാർ എന്നതിൻ്റെ അർത്ഥം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ദൂസരവും ക ഉപകാർ എന്ന് പറയാം, അല്ലെങ്കിൽ ദൂസരവും കീലി ഉപകാർ എന്ന് പറയാം. അപ്പം അല്ലാത്തതാ ചോദിച്ചത്. അപ്പം രണ്ടാമത്തത് ദൂസര ഉപകാർ, അതാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, കവിക്ക് അനുസാർ സച്ചാ മനുഷ്യ കോൻ ഹെ. കവിയുടെ അഭിപ്രായത്തിൽ യഥാർത്ഥ മനുഷ്യൻ ആരാകുന്നു? ഉത്തരം, ജോ മനുഷ്യ ദൂസരെ മനുഷ്യക്ക് ബലായിക്കലെ മർത്തായി. ഏതൊരു മനുഷ്യനാണോ ദൂസരെ മനുഷ്യക്ക് മറ്റൊരു മനുഷ്യന്റെ ബലായിക്കലെ നന്മയ്ക്ക് വേണ്ടി മർത്തായി മരിക്കുന്നത്, വൈ സച്ചാ മനുഷ്യെ, അവരാണ് യഥാർത്ഥ മനുഷ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പരോപകാർക്ക മഹത്വ വിഷയപ്പർ ലഘു ഖണ്ഡിലെയെ. പരോപകാരത്തിന് മഹത്വം നൽകിക്കൊണ്ടുള്ള ഒരു ചെറിയ ഖണ്ഡിക തയ്യാറാക്കുക. പരോപകാർക്ക മഹത്വ. ഇവിടെ ഉത്തരം ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, പരോപകാർക്ക മഹത്ത്. പരോപകാർക്ക അർത്ഥയെ ദൂസരവും ഹിത് കർണ. പരോപകാർ എന്നതിന്റെ അർത്ഥം ദൂസരവും മറ്റുള്ളവർക്ക് ഹിത് കർണ, നന്മ ചെയ്യുക എന്നതാകുന്നു. പരോപകാർ മാനവക സബ്സെ ബഡാ ഗുണഹേ. പരോപകാർ മാനവക മനുഷ്യന്റെ ഏറ്റവും ബഡാ ഗുണഹേ, വലിയൊരു ഗുണം തന്നെയാണ്. ജോ പരോപകാർ കർത്തായ, ഏതൊരുവനാണോ പരോപകാരം ചെയ്യുന്നത്, വഹി സച്ചാ മനുഷ്യ, ഏതൊരുവനാണോ ഒരാൾക്ക് വേണ്ടി നന്മ ചെയ്യുന്നത് അവനാണ് സച്ചാ മനുഷ്യ, യഥാർത്ഥ
മനുഷ്യൻ. ജോ പരോപകാരി രഹത്ത ഹെ, ഏതൊരു വ്യക്തിയാണോ പരോപകാരി രഹത്ത ഹെ, പരോപകാരം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ജീവിക്കുന്നത്, ഉൻകി പൂജ ഹോത്തി ഹെ. പുരാണവും में भी പരോപകാരി വ്യക്തിയോം की ഉദാഹരണം मिलता है. എന്താണ് പുരാണങ്ങൾ, എന്താണ് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പൂജിക്കണം. പൂജ ഹോത്തി ഹെ, അവരെ നമ്മൾ പൂജിക്കണം. പുരാണവും भी പരോപകാരി വ്യക്തിയോം की ഉദാഹരണം मिलता है. ഗ്രന്ഥങ്ങളിൽ പോലും പരോപകാരം ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കർണ ദ്വിജി മഹർഷി ആദി ഉദാഹരണി മുതലായ പല മഹർഷികളെയൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാ മനുഷ്യ സ്വാർത്ഥക്കോ ചോടുക്കർ, മനുഷ്യൻ സ്വാർത്ഥത ഒഴിവാക്കിയിട്ട് പരോപകാർക്കി ഭാവന അപ്പനാലെ, പരോപകാരത്തിന്റെ ഭാവന സ്വന്തമാക്കുക. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് സഹി രൂപ്. ഇവിടെ നമുക്ക് ശരിയായ രൂപം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കോൻ ബഹുവചന രൂപമാണ്, പ്ലസ് പ്രത്യയം കൊടുത്തിട്ടുണ്ട്. കോൻ പ്ലസ് നെ കിനോംനെ, കോൻ പ്ലസ് കോ കിൻകോ അല്ലെങ്കിൽ കിനേം, കോൻ പ്ലസ് സെ കിൻസെ, കോൻ പ്ലസ് ക കിൻക, കോൻ പ്ലസ് കെ കിൻകെ. ഇതിൻ്റെയൊക്കെ അർത്ഥം ആരുടെ, ആര് അങ്ങനെയാണ് കേട്ടോ. കോൻ പ്ലസ് കെ കിൻകെ, കോൻ പ്ലസ് കി കിൻകി, കോൻ പ്ലസ് മേ കിൻമേ, കോൻ പ്ലസ് പർ കിൻപർ. കോയി അത് ഏകവചന രൂപമാണ്. അപ്പോൾ എന്താ പറഞ്ഞത് നോക്കാം. कोई प्लस ने किसी ने, कोई प्लस को किसी को, कोई प्लस से किसी से, कोई प्लस का किसी का, कोई प्लस के किसी के, कोई प्लस की किसी की, कोई प्लस में किसी में, कोई प्लസ് पर किसी पर. അപ്പോൾ ഇത് ഏകവചന രൂപമാണ്. അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണല്ലോ ഈ കൊടുക്കുന്നതൊക്കെ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത പാഠഭാഗമായിട്ട് വരാം. താങ്ക് യു.